പ്രിയപ്പെട്ട അധ്യക്ഷൻ സാഹി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. SSFന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് സാദിഖ് സത്താഹി, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹപ്രവർത്തകൻ KT ജലീൽ MLA, പ്രിയപ്പെട്ട അഷ്റഫ്, ബഷീർ മാസ്റ്റർ, കുഞ്ഞുമുണ്ടലങ്ങാട്, ഷറഫുദ്ദീൻ മങ്കേരി, ഡോക്ടർ ജലീൽ, അലിക്കാടൻ മുഹമ്മദ് അലി ഹാജി, ഫത്താഹ് തങ്ങൾ, മറ്റ് വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നല്ലവരായ സഹോദരന്മാർ, വളരെ ശ്രദ്ധേയമായ തീവ്രവാദവും ഫാഷിസവും അരാഷ്ട്രീയതയും ഇവിടെ ചർച്ച ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ആഴങ്ങളിൽ ഇറങ്ങി ചർച്ച ചെയ്യപ്പെടേണ്ട ഈ വിഷയത്തിൽ വളരെയേറെ നീണ്ട ഒരു ചർച്ചയ്ക്കുള്ള അവസരവും നമുക്കില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹം വളരെയേറെ അഭിമാനത്തോടുകൂടി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ്. തീവ്രവാദത്തിൻ്റെ വഴികളിലേക്ക് ഞങ്ങളില്ല. അത് നമ്മുടെ ഏത് വേദികളിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശബ്ദമായി എന്നും ഈ സമൂഹത്തിൽ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർക്കിടയിൽ മുസ്ലിം സമുദായത്തിലെ, വിശിഷ്യ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വളരെ അഭിമാനകരമായ ഒരു ചരിത്രവുമുണ്ട്. പക്ഷെ ഇന്ന് ആ അവസ്ഥയിൽ നിന്നൊക്കെ കേരളം മാറുകയാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുമായിരുന്ന ഇന്നലകൾ നമുക്ക് ഓർമ്മയായി മാറുമോ എന്ന് ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതായാലും ആത്യന്തികമായ ഒരു വിശകലനത്തിലേക്ക് എത്താൻ സമയമായിട്ടില്ലെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ വർഷങ്ങളായി മതപരവും രാഷ്ട്രീയവുമായി ഒക്കെയായി അവർ ഉണ്ടാക്കിയെടുത്ത വളർച്ച ഒരു നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അന്തരീക്ഷം സംഭവിക്കാതിരിക്കട്ടെ എന്ന് സർവശക്തനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയിൽ നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിലെ മഹാഭൂരിപക്ഷത്തിൽ എന്ന് മതത്തിന്റെ പേരിൽ സംഘടിക്കാൻ സാധ്യമാകുന്നു അന്ന് നമ്മെ നിഷ്കാസനം ചെയ്യാനാകും എന്നവർ തിരിച്ചറിഞ്ഞു. അതാണ് ഇവിടുത്തെ ഫാസിസ്റ്റുകൾ മുഖമുദ്രയായെടുത്തത്. പക്ഷെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായം ഒരു കാരണവശാലും ഫാസിസ്റ്റുകളുടെ കുതന്ത്രങ്ങളിൽ കുടുങ്ങാതെ അവരുടെ മതേതര കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്നു എന്നത് ഏറെ ഗുണപരമായ മാറ്റമാണ്. ആ മാറ്റത്തിനിടയിൽ നമുക്കറിയാം ഒറ്റപ്പെട്ട കള്ളനാണ്യങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളോട് വലിയ പ്രതിബദ്ധത പുലർത്താൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് ചിന്തിക്കുന്ന ഏറെ പേർ നമുക്കിടയിലുണ്ട് എന്ന് നാം അറിയണം. ബോംബെയിൽ നടന്ന സ്ഫോടന പരമ്പരകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് വെടിയേറ്റ് മരിച്ച ഹേമന്ത് കർക്കറെ നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയാണ്. ഹേമന്ത് കർക്കറെ അന്ന് വെടിയേറ്റ് മരിക്കുന്ന ഘട്ടത്തിൽ അന്ന് രാവിലെ അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. തെഹൽക്ക ലേഖകർ അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞത്, മക്ക മസ്ജിദിൽ ബോംബ് സ്ഫോടനം നടത്തിയവർ ആരാണെന്ന് എനിക്കറിയാം. കാഷായ വസ്ത്രം ധരിച്ച ആ സന്യാസിമാരെ ഞാൻ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. തെഹൽക്കയുടെ ലേഖകൻ ചോദിക്കുന്നു, അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് പ്രൂവ് ചെയ്യാനുണ്ടോ?
അദ്ദേഹം പറയുന്നു, എവിഡൻസ് പ്രൂവ് ചെയ്യാനുണ്ട്, അത് ഞാൻ പ്രൂവ് ചെയ്യേണ്ടിടത്ത് പ്രൂവ് ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ രാവിലെ പത്രസമ്മേളനം നടത്തിയ ഹേമന്ത് കർക്കറെ വൈകുന്നേരം വെടിയേറ്റ് മരിക്കുന്നതാണ് നാം കാണുന്നത്. ഹേമന്ത് കർക്കറെ എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന്, ഭീകരവാദികളുടെ വെടിയുണ്ടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. ചർച്ചകളേറെ നടക്കുകയാണ്. പക്ഷേ നാം അറിയേണ്ടത്, ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്ന, അവരെ കൊന്നൊടുക്കിയവരോട് പ്രതികാരം ചോദിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒട്ടേറെ ഈ രാജ്യത്തിലെ ഇതര മതസ്ഥരായ ഉദ്യോഗസ്ഥന്മാരും സമൂഹത്തിലെ ഉന്നതന്മാരുമുള്ള നാടാണ് ഇത് എന്ന് നാം ഓർക്കണം. ഇവിടെ പറഞ്ഞു ലിബർഹാൻ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് എല്ലാവർക്കും അഭിപ്രായമാണ്. നമ്മുടെ പാർലമെന്ററി വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന കമ്മീഷനുകളും അതുപോലെ തന്നെ കണ്ടെത്തലുകളും ഒന്നും യഥാസമയത്ത് കണ്ടെത്താൻ സാധിക്കാതെ ഒട്ടേറെ കമ്മീഷനുകൾ നമുക്കറിയാം. ആ കമ്മീഷനുകളുടെ ഒക്കെ അവസ്ഥ അത് തന്നെയാണ്. ആ കൂട്ടത്തിലൊന്നായി ഇബ്രാഹിം കമ്മീഷൻ മാറരുത് എന്ന് നമുക്കൊക്കെ ആഗ്രഹമാണ്. അതിന് യഥാർത്ഥ നിജസ്ഥിതി പുറത്തു കൊണ്ടുവന്ന് ആ പുറത്തു കൊണ്ടുവന്നവരെ ശിക്ഷിക്കപ്പെടാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം ഈ സമൂഹത്തോട്, ജനാധിപത്യത്തോട് നീതി പുലർത്തി എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ശിക്ഷിക്കപ്പെടാതെ വരികയും പലപ്പോഴും ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ശിക്ഷിക്കപ്പെടാത്തൊരവസ്ഥ ഉണ്ടായാൽ ആ അവസ്ഥയിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസങ്ങളെയും ദൗർബല്യങ്ങളെയുമാണ് പലപ്പോഴും തീവ്രവാദികൾ മുതലെടുക്കുന്നത് എന്ന സത്യവും നമുക്ക് കണ്ടെത്താനാണ്. അവിടെയാണ് പലപ്പോഴും തീവ്രവാദികൾ തേടുന്നത് ഇരകളെയാണ്. അവരുടെ ഭാഷ തന്നെ പ്രയോഗിക്കുന്നത് ഇരകൾ എന്നാണ്. ആ ഇരകൾ എവിടെയുണ്ടോ ഇരകളെ തേടുന്നു. ഇരകളെ തേടുമ്പോഴോ ആ ഇരകളെ തേടുമ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്നത്. അതാണ് സത്യത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവ നാം അറിയേണ്ട ഒരു യാഥാർത്ഥ്യം, ഒരു രാജ്യത്തിന്റെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ, ആ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഒരു നൈമിഷികമായ ലാഭത്തിന് വേണ്ടി തീവ്രവാദികളുമായി വേദി പങ്കുവെക്കുകയും അവർ ഉമ്മ വെക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ മേലിലെങ്കിലും സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ഈ തിരിച്ചറിവിലൂടെയെങ്കിലും ഇനി ഉണ്ടാകാം. അല്ലെങ്കിൽ അത് അപകടകരമായ അവസ്ഥയിലേക്ക് വരും. സമൂഹത്തിനിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് നല്ല മുഖം നൽകുന്ന ആരാണ്? ആ നല്ല മുഖം നൽകുന്നവർ ചരിത്രപരമായി തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റ് സമ്മതിക്കുക തന്നെ വേണം. തെറ്റ് സംഭവിച്ചു പോയോ എന്ന് നാം ചിന്തിക്കുന്ന പുനർചിന്ത നടക്കുന്ന സമയത്ത് ആലോചിക്കേണ്ടത്, കഴിഞ്ഞുപോയ തെറ്റ് ഇനി മേലിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു പ്രതിജ്ഞയെങ്കിലും അത്തരം സംഘടനകൾ എടുക്കേണ്ടത് ഗുണപരമായിരിക്കും. തീവ്രവാദികളോട് എന്നും എടുക്കേണ്ട നിലപാട് മറിച്ച് തന്നെ എടുക്കണം. ആ നിലപാട് തെരഞ്ഞെടുക്കണം. തീവ്രവാദികളോട് സന്ധി ചെയ്യാൻ പാടില്ല. പിന്നീട് പറഞ്ഞ രാഷ്ട്രീയവാദം. രാഷ്ട്രീയവാദം എന്നത് ഒരിക്കലും ഒരു ജനാധിപത്യത്തിന് ഭൂഷണമല്ല. നാം മനസ്സിലാക്കേണ്ടത് വ്യക്തിയുടെ നന്മയെ നമുക്കെടുക്കാം. വ്യക്തിയുടെ നന്മ ഗുണകരമാണ്, ആരും കുറ്റപ്പെടുത്തുകയില്ല. പക്ഷെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വ്യക്തി ഒരിക്കലും ഒരു സംഘടനയെ പ്രതികരിക്കുന്നില്ല. നാം മനസ്സിലാക്കേണ്ടത്, കേരള നിയമസഭക്കകത്ത് മുസ്ലിം വ്യക്തി നിയമത്തെ ബാധിക്കുന്ന ഒരു നിയമനിർമ്മാണം. ആ നിയമനിർമ്മാണ സഭയിൽ ആ മുസ്ലിം വ്യക്തി നിയമത്തോടൊപ്പം നിൽക്കണം എന്ന വിപ്പ് എന്റെ പാർട്ടി എനിക്ക് നൽകിയാൽ ആ വിപ്പ് ഞാൻ ലംഘിക്കാൻ പറ്റില്ല. ലംഘിച്ചാൽ ഞാൻ MLA അല്ല. അതേസമയത്ത് മറ്റൊരു പാർട്ടി ശരീഅത്തിനെ എതിർക്കണം അല്ലെങ്കിൽ വ്യക്തി നിയമത്തെ എതിർക്കണം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ MLA അതിനെ അനുകൂലമായാൽ അദ്ദേഹത്തിനും MLA സ്ഥാനം നഷ്ടപ്പെടും. അവ വ്യക്തിയേക്കാൾ ഒരു വ്യക്തി പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന് കൂടി ജനാധിപത്യ സംവിധാനത്തിൽ, പാർലമെന്ററി ജനാധിപത്യത്തിൽ വലിയ പ്രസക്തി ഉണ്ട് എന്ന കാര്യം നാം അറിയണം. അതുകൊണ്ടാണ് ഓരോ ജനപ്രതിനിധിയും ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും പ്രതിദാനം ചെയ്യുന്ന സംഘടന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ പര്യാപ്തമാണോ, അടിസ്ഥാനപരമായ താത്വികമായ കാഴ്ചപ്പാട് ആ സംഘടനക്കുണ്ടോ, മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ, ലോക ചരിത്രത്തിൽ ഉണ്ടോ എന്ന് വിശകലനം ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ വീക്ഷണമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് ഞാൻ മുസ്ലിം സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതില്ലെങ്കിൽ താൽക്കാലികമായ നേട്ടത്തിനപ്പുറം വലിയ വില നൽകേണ്ടി വരും. അവ തീർച്ചയായും വളരെ നല്ല ചിന്തയാണ്. ഞാൻ തീർച്ചയായും SSFനെ അഭിനന്ദിക്കുകയാണ്.
കാരണം കേരളീയ സമൂഹത്തിൽ ഒരുപക്ഷെ SSF ഈ വിഷയം ചർച്ചക്കെടുക്കുമ്പോൾ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം ഇതുപോലെയുള്ള ഒരു വിഷയത്തിൽ ഇത്രയേറെ ചർച്ചയ്ക്ക് ഭാഗമാകും എന്ന രീതിയിലാവില്ല. പക്ഷെ ഇന്ന് ആ അവസ്ഥയിലേക്ക് കേരളം മാറുകയാണ്. ഈ സന്ദർഭത്തിൽ സമൂഹത്തിനിടയിൽ നടത്തേണ്ട വളരെയേറെ അനിവാര്യമായ ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഇതിന്റെ സംഘാടകരെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പായി ഒരു അഭിപ്രായം കൂടി ഇവിടെ രേഖപ്പെടുത്താനുള്ളത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും.